നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മയ്യഴി ഭരണകൂടവും മാഹിക്കെതിരെ കാണിക്കുന്ന അവഗണനക്കെതിരെയുള്ള പ്രതീകാത്മക സമരത്തിൽ വേറിട്ട പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മാഹി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഏകോപന സമിതി നടത്തിയ സമരം പോത്തിനോട് വേദം ചൊല്ലുന്ന സമരരീതിയുമായി. ആശയ പോരാട്ടത്തിലൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം അക്രമ രാഷ്ട്രീയം നടത്തുന്നത് ഈ സമൂഹം അംഗീകരിക്കില്ലെന്ന് CPM തിരിച്ചറിയണമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന KP ശ്രീകാന്തിന്റെ 33ാം രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജില്ലയിൽ ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 2 മണി മുതൽ അഞ്ചരക്കണ്ടി പുഴയിൽ നടക്കും. പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. മയ്യഴിയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മയ്യഴി ഭരണകൂടവും കാണിക്കുന്ന അവഗണനക്കെതിരെയുള്ള സമരത്തിൽ പ്രതീകാത്മകമായി പോത്തിനോട് വേദം ചൊല്ലുന്ന സമരരീതിയുമായി മാഹി സിവിൽ സ്റ്റേഷനു മുന്നിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. ഏകോപന സമിതി ചെയർമാൻ KK അനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരമായ കമ്മീഷണറില്ലാത്ത മാഹി നഗരസഭ നാഥനില്ലാത്ത കളരിയായി മാറിയിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്തിട്ട് 3 മാസക്കാലമായി. 1 വർഷത്തെ ലൈസൻസ് ഫീസ് മുൻകൂറായി വാങ്ങിയും ഭീമമായ യൂസർ ഫീ വ്യാപാരികളിൽ നിന്നും പിഴിഞ്ഞെടുത്തും ഖജനാവ് നിറയ്ക്കുക എന്നല്ലാതെ വാങ്ങുന്ന കാശിന് സേവനം നൽകുവാൻ കഴിയാത്ത നോക്കുകുത്തികളായി നിൽക്കുകയാണ് മയ്യഴി ഭരണകൂടം. തെരുവ് നായകൾ മാഹി ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലും വിഹരിക്കുകയാണ്. മനുഷ്യർക്ക് അതിരാവിലെയും രാത്രികാലങ്ങളിലും പുറത്തിറങ്ങാൻ ഭയമാണെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ KK അനിൽകുമാർ പറഞ്ഞു. എല്ലാവരും വോട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ വോട്ടും നോട്ടും കൊടുക്കുന്നു. GST കുറക്കുമ്പോൾ അല്ലയോ കച്ചവടക്കാരാ നിന്റെ പ്രശ്നങ്ങൾ എന്നെ ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ നമ്മളോട് ചോദിച്ചോ? ഇല്ല. ഒരൊറ്റ പോയിന്റിൽ നികുതി അടച്ചിട്ടാണ് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും മാഹിയിൽ കാണുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ടൈൽസുകളും ഇലക്ട്രിക്കൽ ഗുഡ്സുകളും ഇലക്ട്രോണിക് ഗുഡ്സുകളും ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരൊറ്റ പോയിന്റിൽ നികുതി കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നതാണ് ഇവിടുത്തെ തുണി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ. ഈ സാധനങ്ങൾ 18%, 28%, 12% നികുതി എടുത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിന് ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രഖ്യാപിക്കുന്നു കുറച്ചിരിക്കുന്നു എന്ന്. ഞങ്ങൾ കൊടുത്ത നികുതി കൊണ്ട് കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളുടെ നഷ്ടം ആര് തരും? ഇവിടെ സാധാരണക്കാർ ഞങ്ങളുടെ കടകളിൽ വന്ന് ചോദിക്കുന്നു, GST കുറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എന്താ? അപ്പൊ ഞങ്ങൾ GST കൊടുത്തു കൊണ്ടുവന്ന സാധനം ഞങ്ങൾ എങ്ങനെയാ കുറച്ചു കൊടുക്കുക? ഇതൊരു ചോദ്യചിഹ്നമല്ലേ? ഷാജി പിണക്കാട്ട് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഷാജു കാനത്തിൽ സ്വാഗതവും ട്രഷറർ അഹമ്മദ് സമീർ നന്ദിയും പറഞ്ഞു. KK ശ്രീജിത്ത്, അനൂപ് കുമാർ, AV യൂസഫ്, PP റഹീസ്, K ഭരതൻ, ദിനേശ് പൂവച്ചേരി, സമദ്, സഫീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആശയ പോരാട്ടത്തിലൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം അക്രമ രാഷ്ട്രീയം നടത്തുന്നത് ഈ സമൂഹം അംഗീകരിക്കില്ലെന്ന് CPM തിരിച്ചറിയണമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന KV ശ്രീകാന്തിന്റെ 33ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർട്ടിൻ ജോർജ്. ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാത്തതാണ് ബംഗാളിലും ത്രിപുരയിലും നാമാവശേഷമായതെന്ന് CPM ഓർക്കണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CM അജിത് കുമാർ അധ്യക്ഷനായി. മുൻ KPCC അംഗം മമ്പറം ദിവാകരൻ, DCC ജനറൽ സെക്രട്ടറിമാരായ കണ്ടോത്ത് ഗോപി, KP സാജു, ER വിനോദ്, രാജീവൻ പാനുണ്ട, ബ്ലോക്ക് പ്രസിഡന്റ് KV ജയരാജൻ, പുതുക്കുടി ശ്രീധരൻ, CO രാജേഷ്, ബീന വട്ടക്കണ്ടി, അഭയ സുരേന്ദ്രൻ, K സുരേഷ്, അറത്തിൽ സുന്ദരൻ, R മഹാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. KV ശ്രീകാന്തിന്റെ കുടുംബാംഗങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും പുഷ്പാഞ്ജലി അർപ്പിച്ചു. കേരള പ്രവാസി സംഘത്തിന്റെ 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് EMP അബൂബക്കർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്.
നേരെ കടന്നാക്രമണങ്ങളും കയ്യേറ്റങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ആട്ടിയോടിക്കപ്പെടുന്ന മനുഷ്യര് നിസ്സഹായരായിട്ടുള്ള മനുഷ്യർ ശത്രുക്കളായി മാറുകയും അവരെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടുകയും ചെയ്യുന്ന അതിദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥാവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ മാസം 15-ാം തീയതി കേരളത്തിൽ അടക്കം വരുന്ന ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ലോക സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിക്കൊണ്ട്, യുദ്ധവിരുദ്ധ ദിനമായിക്കൊണ്ട് ആചരിച്ചു. ഇതിപ്പോ ഈ സെപ്റ്റംബർ 15 മാത്രമല്ല, 1940 രണ്ടാം ലോകമായിരുന്ന കാലത്ത് ലോകത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോ അതിനെതിരായിക്കൊണ്ട് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലുണ്ടായിരുന്ന കോൺഗ്രസുകാരും കേരള കോൺഗ്രസിലെ ഇടതുപക്ഷ വിഭാഗമായിട്ടുള്ള സോഷ്യലിസ്റ്റ് കോൺഗ്രസുകാരും എല്ലാം തന്നെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിക്കൊണ്ട് സെപ്റ്റംബർ 15 ആചരിക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി വിശിഷ്യ ഇന്ന് ലോകത്ത് യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം റഷ്യയിലടക്കം നിലനിൽക്കുമ്പോൾ ഉക്രൈനിലടക്കം. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് EMB അബൂബക്കർ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CP ഗംഗാധരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കുട്ടാമ്പള്ളി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TK രാജീവൻ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി PK അബ്ദുള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി, സംസ്ഥാന ട്രഷറർ സജീവ് തൈക്കാട്, സംസ്ഥാന സെക്രട്ടറി P സൈതാലിക്കുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഷാഫിജ, സംഘാടക സമിതി ചെയർമാൻ M സുകുമാരൻ, ജനറൽ കൺവീനർ KP സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 400 പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 460 പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമായി. വിവിധ പരിപാടികളും വിളംബര ജാഥയും പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജില്ലയിൽ ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 2 മണി മുതൽ അഞ്ചരക്കണ്ടി പുഴയിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി PRD ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന 2-ാം തീയതി മുഴപ്പിലങ്ങാട് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിന്റെ ഏറെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പരിപാടിയിലും ടൂറിസം വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർകളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ടൂറിസം മേഖലയിൽ കൂടുതൽ ഉണർവ് നൽകുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളാണുള്ളത്. അതിന് ഇത്തരത്തിലുള്ള പരിപാടികളും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതിന് വേണ്ടി സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറെ അനുഭവങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. മമ്മാക്കുന്ന് പാലത്തിന് സമീപം മുതൽ മുഴപ്പിലങ്ങാട് കടവ് വരെയുള്ള അഞ്ചരക്കണ്ടി പുഴയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ജലമേള ആരംഭിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 15 ജലരാജാക്കന്മാരാണ് മത്സരത്തിൽ പങ്കെടുക്കുക. 1-ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ടീമിന് 1.5 ലക്ഷം രൂപയും 2-ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 1 ലക്ഷം രൂപയും 3-ാം സ്ഥാനത്തിന് 50,000 രൂപയുമാണ് സമ്മാനത്തുക നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ, രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ മുഖ്യാതിഥികളാകും. നമ്മുടെ ജില്ലയിലും അതുപോലെ കാസർഗോഡ് ജില്ലയിലുള്ള നിരവധി ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ഏകദേശം 15ഓളം ആളുകളുണ്ട്, ടീമുകളുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് മത്സരത്തിന്. ഇതിന്റെ ക്യാഷ് പ്രൈസ് ആയിട്ട് വലിയ തുകയുണ്ട്. 1.5 ലക്ഷം രൂപയാണ് 1-ാം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് കേരളത്തിലെ ടൂറിസത്തിന് കൂടുതൽ ഉണർവ് നൽകുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പരിപാടി 14 കേന്ദ്രങ്ങളിലായി നടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജില്ലയിൽ മമ്മാക്കുന്ന് പാലത്തിന് സമീപം മുതൽ മുഴപ്പിലങ്ങാട് കടവ് വരെയുള്ള അഞ്ചരക്കണ്ടി പുഴയിലാണ് ഈ വള്ളംകളി നടക്കുന്നത്. അപ്പം ഇതിനെ പരമാവധി നമ്മുടെ ജില്ലയിലെ എല്ലാ ആളുകളിലേക്കും ഇതെത്തിച്ചുകൊണ്ട് നല്ല പങ്കാളിത്തം നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ ടൂറിസത്തിന്റെ DD എല്ലാവരും ഇവിടെ ഉണ്ട്. അവർ കൂടി കാര്യങ്ങൾ പറയും.
പ്രാദേശിക ടൂറിസം മേഖലയുടെ ഉണർവിനായി സംസ്ഥാനത്തെ 14 കേന്ദ്രങ്ങളിലായി നടത്തിവരുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം സംസ്ഥാനത്ത് ഇതുവരെയായി 5ാം തവണയും ജില്ലയിൽ 2ാം തവണയുമായി നടത്തുന്നത്. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സജിത, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK രവി, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ TC മനോജ്, DTPC സെക്രട്ടറി TK സൂരജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂരിൽ നടന്ന ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് 6ാം മൈൽ ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിലെ വിദ്യാർത്ഥികളും ഒപ്പം പരിശീലകരും. മത്സരിച്ച 3 കാറ്റഗറിയിലും നേട്ടം കൊയ്തെടുക്കാൻ ഇവർക്ക് സാധിച്ചു. സംസ്ഥാന മത്സരത്തിലും വിജയം ആവർത്തിക്കാനായി കഠിന പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ. ഒരു റിപ്പോർട്ട്. 2 ദിവസങ്ങളിലായാണ് കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നത്. സബ് ജൂനിയർ വിഭാഗത്തിൽ മെയ്പ്പയറ്റ് ചൂരൽ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടി. ജൂനിയർ വിഭാഗത്തിൽ വാളും വിഭാഗത്തിൽ 1ാം സ്ഥാനവും ചൂരൽ വിഭാഗത്തിൽ 2 3ാം സ്ഥാനവും ചവിട്ടിപ്പൊങ്ങൽ വിഭാഗത്തിൽ 2ാം സ്ഥാനവും മെയ്പ്പയറ്റിൽ 3ാം സ്ഥാനവും വാളും പരിചയം വിഭാഗത്തിൽ 2ാം സ്ഥാനവും നേടി. സീനിയർ വിഭാഗത്തിൽ ചവിട്ടിപ്പൊങ്ങൽ വിഭാഗത്തിൽ 1ാം സ്ഥാനവും വാളും പരിചയം വിഭാഗത്തിൽ 2ാം സ്ഥാനവും മെയ്പ്പയറ്റിൽ 3ാം സ്ഥാനവും ഇവിടുത്തെ വിദ്യാർത്ഥികൾ നേടിയെടുത്തു. മികച്ച നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണിവർ. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2 ദിവസങ്ങളായി നടന്നിട്ടുണ്ട്. അപ്പം ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൽ നിന്ന് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗത്തിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം മികച്ച വിജയം കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൽ അതിയായ സന്തോഷമുണ്ട്. 2 ദിവസങ്ങളായിട്ട് നടന്ന കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കളരിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മൾ 50 ആൾക്കാർ മത്സരിച്ചതിൽ ഒരുപാട് പേർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞിട്ട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിൽ ഒരു വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. പിന്നെ ഇപ്പം നടന്ന കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് മത്സരത്തിൽ വാളും വിഭാഗം ജൂനിയറിൽ 1ാം സ്ഥാനവും ചൂരൽപ്പയറ്റ് വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കളരി പരിശീലന രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന രജീഷ് ഗുരുക്കളാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിലും ഇവർ കളരി പ്രദർശനം നടത്തിയിട്ടുണ്ട്. ആസാം, ഗുവാഹട്ടിയിലെ മിലിറ്ററി ക്യാമ്പ്, പഞ്ചാബ് ജലന്ധർ ബാബ മന്ദിർ, പഞ്ചാബ് ഫിറോസ്പൂർ മിലിറ്ററി ക്യാമ്പ്, ഊട്ടിയിലെ മിലിറ്ററി ക്യാമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലും കളരിപ്പയറ്റ് പ്രദർശനം കാഴ്ചവെച്ചിട്ടുണ്ട്. 2024 പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ജവാന്മാരെ രജീഷ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ കളരി പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ മിലിറ്ററി ക്യാമ്പിൽ ജവാന്മാർക്ക് കളരി പരിശീലനം നൽകുകയാണ് ഇപ്പോൾ രജീഷ് ഗുരുക്കൾ. ഇക്കഴിഞ്ഞ സ്റ്റേറ്റ് ഗഡ്ക ചാമ്പ്യൻഷിപ്പിലും ദ്രോണാചാര്യ കളരി സംഘത്തിലെ വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കൈവരിച്ചിരുന്നു. ആദിഷ് ആർ ഷാജി ഗോൾഡ് മെഡൽ, ദേവജിത്ത് വെള്ളി മെഡൽ, ആരിഷ് കൃഷ്ണ ഗോൾഡ് മെഡൽ, ആരാധ്യ കൃഷ്ണ ഗോൾഡ് മെഡൽ എന്നിവ കരസ്ഥമാക്കിയിരുന്നു. ഡൽഹിയിൽ ഒക്ടോബർ 9 നടക്കുന്ന ഗഡ്ക നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇവർ. അതോടൊപ്പം സംസ്ഥാന കളരിപ്പയറ്റ് മത്സരത്തിനായുള്ള പരിശീലനത്തിലുമാണ്. മാഹി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മയ്യഴിയുടെ ചരിത്രകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന CH ഗംഗാധരന്റെ 12ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CH ഗംഗാധരൻ സ്മാരക കേന്ദ്രത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മയ്യഴിയുടെ ചരിത്രകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന CH ഗംഗാധരന്റെ 12ാം ചരമവാർഷിക ദിനാചരണം മാഹി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു.
CH ഗംഗാധരൻ സ്മാരക കേന്ദ്രത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KB ഹരീന്ദ്രൻ അധ്യക്ഷനായി. ചാലക്കര പുരുഷു അനുസ്മരണ പ്രഭാഷണം നടത്തി. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മാധ്യമ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അത്. യൗവനത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി തേടി അദ്ദേഹം ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ കൽക്കത്തയിൽ അതേപോലെ തന്നെ ബോംബെയിലൊക്കെ തന്നെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുകയും പിന്നീട് അദ്ദേഹം തൻ്റെ തട്ടകം മയ്യഴി തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വിപ്ലവം എന്ന പേരിലുള്ള സായാഹ്ന പത്രത്തിൻ്റെ മയ്യഴി ലേഖകനായി മാറുകയും ചെയ്തു. സോമൻ പന്തക്കൽ, PK അഭിഷ, സോമൻ മാഹി എന്നിവർ സംസാരിച്ചു. PK സജീവൻ സ്വാഗതവും മജീഷ് ടി തപസ്യ നന്ദിയും പറഞ്ഞു. കോടിയേരി ഈങ്ങയിൽ പീടികയിലെ മഞ്ചേരി നാട്യകലാലയത്തിന്റെ 34ാം വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും. ആഘോഷ പരിപാടികൾ ശനിയാഴ്ച ഉച്ച മുതൽ രാത്രി 10:30 വരെ നഗരസഭാ ടൗൺ ഹാളിലാണ് നടക്കുകയെന്ന് സ്ഥാപന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിക്കുന്ന മഞ്ചേരി നാട്യകലാലയത്തിൻ്റെ 34ാമത് വാർഷികാഘോഷം 2025 ഒക്ടോബർ 4 ശനിയാഴ്ച വൈകുന്നേരം തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:30 സംഗീതാർച്ചനയും 6 മണിക്ക് സാഹിത്യ സാംസ്കാരിക സമ്മേളനവും അതിനുശേഷം അവിടുത്തെ വിദ്യാർത്ഥികളുടെ നൃത്ത സദസ്സും ഒരുക്കുന്നതാണ്. 34 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന് പറയുമ്പോൾ കോടിയേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു 34 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ എടുത്ത് പറയേണ്ട ഒരു വസ്തുതയാണ്. കാരണം നമ്മുടെ ആ മേഖലയിലുള്ള ഏകദേശം 100ഓളം കുട്ടികൾ പ്രസ്തുത കലാലയത്തിൽ വെച്ച് നൃത്ത സംഗീതങ്ങൾ അഭ്യസിക്കുന്നുണ്ട്. അതിനിപ്പം 4ാം തീയതി നടക്കുന്ന പരിപാടിക്കകത്ത് ഏകദേശം 100ഓളം വിദ്യാർത്ഥികൾ സ്റ്റേജിൽ അണിയറ. ഉച്ചയ്ക്ക് 2:30 മുതൽ ശാസ്ത്രീയ സംഗീതവും വൈകിട്ട് 5 മുതൽ ശാസ്ത്രീയ നൃത്താർച്ചനയും നടക്കും. 6 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ അധ്യക്ഷയാവും. കലാമണ്ഡലം പ്രിൻസിപ്പൽ പ്രൊഫസർ കലാമണ്ഡലം ഗോപകുമാർ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. അവതരിപ്പിച്ച ഒരു നൃത്ത സംഗീത മേഖലകളിൽ സാധാരണക്കാരനും കൂടി കൈവരേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കൂട്ടിച്ചേർത്ത് ഒന്നിച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ വലിയൊരു സാമ്പത്തിക ശേഷിയിൽ വരാതെ ചെറിയൊരു സാമ്പത്തികം മാത്രം കൈമുതലാക്കിക്കൊണ്ട് കുട്ടികളെ ഒന്നിച്ചിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധാരണക്കാരനെയും കൂടി നമ്മളെ ഈ വേദിയിലേക്ക് നൃത്ത മേഖലയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇത്ര നാൾ 34 വർഷം നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടികളെ ഒരു സാധാരണ ഒരു ജീവിത ഉപാധിയാക്കി നൃത്തത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഒരു എക്സാം കൂടി നടത്തുന്നുണ്ട്. ഈ ഡിപ്ലോമ കോഴ്സ് BSSൻ്റെ കീഴിൽ നടത്തി വരുന്ന 5 വർഷത്തെ കോഴ്സ് അതുകൂടി ഇതിൽ കുറേ കുട്ടികൾ ഇതിൽ പങ്കെടുത്ത് ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായി നല്ല ഉയർന്ന നിലവാരത്തിൽ നൃത്തത്തിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നൃത്തത്തിലും സംഗീതത്തിലും നടത്തുന്നതിനോടൊപ്പം ഇന്ന് പ്രായം ഏറിയ ആൾക്കാർ പോലും നൃത്തത്തിലേക്ക് വന്ന് ആരോഗ്യ സംരക്ഷണം കൂടി കണക്കിലെടുത്തുകൊണ്ട് നൃത്തത്തിലേക്ക് വരികയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മഞ്ചേരി നാട്യകലാലയത്തിൽ. ഇത്തരത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനോടൊപ്പം തന്നെ ഈ 34ാമത് വാർഷികം വളരെ വിപുലമായി തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഞങ്ങൾ ഈ 4ാം തീയതി നൃത്തം, സംഗീതം, ഡിപ്ലോമ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വേദിയിൽ വിതരണം ചെയ്യും. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളെയും സംസ്ഥാന യുവജനോത്സവത്തിൽ ഇംഗ്ലീഷ് കഥാരചനയിലും ഉപന്യാസ രചനയിലും A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കും. രാത്രി 7-ന് കോതറാണി നൃത്തശില്പം അവതരണവും ഉണ്ടാകും. പുരാണത്തിലെ കഥകള് അല്ലാതെ കുറച്ച് ചരിത്രത്തിലെ കഥയെ ആസ്പദമാക്കി ഇന്നൊരു പ്രാവശ്യം ഒരു നൃത്ത ശില്പൻ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്. പുലയ സമുദായത്തിലുള്ള ഒരു സ്ത്രീ കേരളം ഭരിച്ചിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപിട്ട് ഒരു കോതറാണി
ആ കോതറാണിയെ നശിപ്പിച്ചത് മേൽജാതിക്കാരായ അവർ ചതിയിൽ കൂടി എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിലുണ്ട്, ഒരു ചരിത്രത്തിലുണ്ട്. അപ്പം ആ ചരിത്രത്തിനെ ആസ്പദമാക്കി ഒരു നൃത്തശില്പം ഇപ്രാവശ്യം ചെയ്തു വരുന്നുണ്ട്, ഒരു 3/4 മണിക്കൂർ വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കൂടി രാത്രി 7 മണി മുതൽ തുടർന്നിട്ട് അങ്ങോട്ട് ഒരു 10 മണി വരെ പ്രോഗ്രാമിന് നിലനിന്നു പോകും. BSS ഡിപ്ലോമ സെന്ററായി ഉയർത്തപ്പെട്ട മഞ്ചേരി നാട്യകലാലയത്തിൽ ഇപ്പോൾ 300ഓളം കുട്ടികൾ നൃത്തവും സംഗീതവും അഭ്യസിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി N. ശ്രീധന്യൻ, പ്രസിഡന്റ് K. കൃഷ്ണൻ, ഡയറക്ടർ KP വത്സൻ, MK സുജ, MK സുനിൽ, ബിന്ദു വത്സൻ, അശ്വതി റിനിൽ, സുബിന സുജേഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 2 വരെ നടക്കുന്ന സേവാ പക്വാഡ സേവന ദ്വിവാരത്തിന്റെ ഭാഗമായി മാഹി പോലീസ് സ്റ്റേഷനിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതുച്ചേരി പോലീസ്, മാഹി സബ് ഡിവിഷന്റെയും തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള, തലശ്ശേരി മാഹി കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുതുച്ചേരി പോലീസ്, മാഹി സബ് ഡിവിഷന്റെയും തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള, തലശ്ശേരി മാഹി കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാഹി പോലീസ് സൂപ്രണ്ട് വിനയ് കുമാർ ഗാഡ്ഗെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ, SI മാരായ CV റെനിൽകുമാർ, അജയ് കുമാർ, സുരേഷ് ബാബു, ഹരിദാസ്, S ജയശങ്കർ എന്നിവർ നേതൃത്വം നൽകി. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, MSM, ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റ്, IGM കണ്ണൂർ ജില്ലാ സമിതികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹൈസക് ജില്ലാ വിദ്യാർത്ഥി സമ്മേളനം ഒക്ടോബർ 2 തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഹീം പുളിക്കൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 15 വർഷങ്ങളായി MSM ജില്ലാ സമിതി ഹൈസെക് നടത്തിക്കൊണ്ടുവരുന്നു. ആദ്യത്തെ ഹൈസെക്കിന് തലശ്ശേരിയിൽ വെച്ച് 50 വിദ്യാർത്ഥികൾ വെച്ച് ആരംഭിച്ച പരിപാടി ഈ വർഷം 1200 വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന രീതിയിൽ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നായി വിദ്യാർത്ഥി കൂട്ടം തലശ്ശേരിയിൽ ഒക്ടോബർ 2 ഒത്തുചേരുന്നതാണ്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റ് കണ്ണൂർ ജില്ലാ സമിതി സംയുക്തമായി നടത്തുന്ന ഹൈസെക് ജില്ലാ വിദ്യാർത്ഥി സമ്മേളനമാണിത്. വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ലഹരി ഉപയോഗം, AI, സോഷ്യൽ മീഡിയ, കരിയർ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ സെഷനുകൾ നടക്കും. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ MGM സംസ്ഥാന ജനറൽ സെക്രട്ടറി CT ആയിഷ ടീച്ചർ, ആദിൽ നസീബ് ഫാറൂഖി, സജാദ് ഫാറൂഖി, നദീർ കടവത്തൂർ, നൌഫൽ ഹാദി, സഹദ് ഇരിക്കൂർ, ഡോക്ടർ മുസ്ലിഹ് നീരോൽപാലം, ഫാരിസ് ബിൻ ഫൈസൽ, മുഹമ്മദ് ഷിഹാബ്, സ്വാലിഹ് തുടങ്ങിയ പ്രഗത്ഭർ സെഷനുകളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നായി 1000ഓളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. KLP അഹമ്മദ് എഴുതിയ ഓർമ്മകളിലെ ചിരാത് എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനവും സമ്മേളനത്തിൽ നടത്തും. MSM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഹീം പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ബാസിദ് KKP അധ്യക്ഷത വഹിക്കും. വൈബേറും കാലത്ത് വൈബ്രന്റായ വിദ്യാർത്ഥിത്വം എന്ന തലക്കെട്ടിൽ ഒരു ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആണ് ഈ വിദ്യാർത്ഥി സമ്മേളനം, ഈ വിദ്യാർത്ഥി കൂട്ടം സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ IGM സംസ്ഥാന ജനറൽ സെക്രട്ടറി CT ആയിഷ ടീച്ചർ, ആദിൽ നസീബ് ഫാറൂഖി, സജാദ് ഫാറൂഖി, നദീർ കടവത്തൂർ, നൌഫൽ ഹാദി, സഹദ് ഇരിക്കൂർ, ഡോക്ടർ മുസ്ലിഹ് നിരോൽപാലം, ഫാരിസ് ബിൻ ഫൈസൽ, മുഹമ്മദ് ഷിഹാബ്, സ്വാലിഹ് തുടങ്ങിയ പ്രഗത്ഭർ സെഷനുകൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ CA അബൂബക്കർ, ഷിസിൻ വളപട്ടണം, റമീസ് പാറാൽ, ഫിദ കരിയാട്, സൽമാൻ ഫാരിസ്, അബ്ദുൽ ബാസിദ് എന്നിവർ കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. പള്ളൂർ ശ്രീ വിനായക കലാക്ഷേത്രം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ശാസ്ത്രീയ സംഗീതം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരായ അധ്യാപകരുടെ സേവനം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്ടോബർ 2 രാവിലെ 10 മണിക്ക് പള്ളൂർ ഗണപതി വിലാസം സ്കൂളിൽ വെച്ച് ആരംഭിക്കുന്നു. ബന്ധപ്പെടുക 953981 986 9447 642330. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ
049023228803 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചുക്ലി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. മേക്കുന്ന് VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഹാളിൽ സജ്ജീകരിച്ച ശ്രീജിത്ത് ഫാന്റസി ആൻഡ് ജിതിൻ നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ 40 ഫോട്ടോഗ്രാഫി മേഖലയിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് രാജേഷ് പാലക്കോൽ ഉദ്ഘാടനം ചെയ്തു. അതിൽ ഏറ്റവും അവസാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് സ്വാതന്ത്ര്യം പദ്ധതി. നമുക്കറിയാം, നമ്മുടെ കുറച്ചു മുന്നേ ഇവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്തും ജിതിനും. ശ്രീജിത്തിനെ അറിയാം, നമ്മുടെ ശ്രീജിത്തൊക്കെ സംഘടനയ്ക്ക് വേണ്ടി അങ്ങേതല പ്രവർത്തിച്ച നമ്മുടെ പുഷ്പേച്ചൊക്കെ ഉള്ള സമയത്തൊക്കെ ഒരുപാട് നല്ല രീതിയിലുള്ള സംഘാടകനായിരുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ ശ്രീജിത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സംഘടനയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. അത്തരം മൺമറിഞ്ഞു പോയ ശ്രീജിത്തിനെയും അതോടൊപ്പം ജിതിൻ ഇവരൊക്കെയും നമുക്ക് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ സാധിച്ചത് നമുക്ക് അഭിമാനത്തോടെ പറയാം. ശ്രീജിത്തിന് നമുക്ക് 9,100,000 രൂപയും ജിതിന് 9,66,000 രൂപയും നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ആ കുടുംബത്തെ സഹായിക്കാൻ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, സംഘടനയുടെ ഏറ്റവും വലിയ പദ്ധതിയായ സ്വാതന്ത്ര്യ പദ്ധതി. ആ സ്വാതന്ത്ര്യ പദ്ധതിയിലെ അവസ്ഥ, നമ്മൾ ഇതിൽ അംഗങ്ങളാവുക, അതിനുശേഷം ഇതുപോലെയുള്ള മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റീചാർജ് ചെയ്തുകൊണ്ട് അതത് സമയത്ത് അതാത് കുടുംബങ്ങളെ സഹായിക്കുക എന്നതാണ്. യൂണിറ്റ് പ്രസിഡന്റ് പ്രതീഷ് പ്രസ് അധ്യക്ഷനായി. ദിലീഷ് വ്യൂ മാജിക് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബാബുരാജ് കുന്നോത്തുപറമ്പ് സംഘടനാ റിപ്പോർട്ടും ശ്രീജിത്ത് വർണ്ണന പ്രവർത്തന റിപ്പോർട്ടും വിജേഷ് അവിജാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഷിജു പാറാട്ട്, KP രജിത് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ശ്രീജിത്ത് വർണ്ണന സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പ്രതീഷ് പ്രാസിനെയും സെക്രട്ടറിയായി NK വിജേഷിനെയും ട്രഷററായി വർണ്ണന ശ്രീജിത്തിനെയും തെരഞ്ഞെടുത്തു. NK അവിജാസ് നന്ദി പറഞ്ഞു. സ്റ്റാർസ് SSK പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ തയ്യാറാക്കിയ ക്ലാസ് റൂം ആസ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മലയാളം, ഇംഗ്ലീഷ്, സയൻസ്, ഗണിതം എന്നീ വിഷയങ്ങൾക്കാവശ്യമായ സാമഗ്രികളെല്ലാം ക്ലാസ് റൂം ആസ് ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പഴയകാല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ പാടെ മാറി, അതായത് പുതിയ നവീന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ ഭൗതികമായ സാഹചര്യവും മെച്ചപ്പെടുത്തുക എന്നതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ ഗവൺമെന്റിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്കൂളുകളും മികച്ച കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. ആ ഒരു സാധ്യത വരുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾ അടുത്തറിഞ്ഞുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ വസ്തുതകളും അടുത്തു നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതങ്ങനെയാണ് അല്ലെ ഇങ്ങനെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്കല്ല, പകരം അങ്ങനെയെന്ന് അടിവരയിട്ടുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി ആ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കോർണറുകൾ രൂപീകരിക്കുന്നതിലൂടെ ആശയമുണ്ട്. അപ്പൊ അത് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് നല്ല കഴിവും നല്ല അറിവും അതുപോലെ തന്നെ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള അവബോധവും ഒക്കെ കിട്ടാൻ ഇത്തരത്തിലുള്ള സജ്ജീകരിച്ചിട്ടുള്ള കോർണറുകളിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാൽ നമ്മുടെ
അധ്യാപകരും നമ്മളുടെ അർപ്പിതമായ കടമകൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഒരു വീഴ്ച പോലും വരുത്താതെ പഠനകാര്യത്തിലായാലും അവതരണ കാര്യത്തിലായാലും നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാൻ. വാർഡ് കൗൺസിലർ COT ഷബീർ അധ്യക്ഷനായി. ഡോക്ടർ PK സബീദ് പദ്ധതി വിശദീകരണം നടത്തി. AEO EP സുജാത, തലശ്ശേരി സൗത്ത് BPC TV സഗീഷ്, മദർ PTA പ്രസിഡന്റ് ഹസീന എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് COT മുഹമ്മദ് മാസ്റ്റർ സ്വാഗതവും കൺവീനർ ലളിതകുമാരി നന്ദിയും പറഞ്ഞു. പാട്യം പഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം ഒക്ടോബർ 2 നടക്കും. രാവിലെ 11:30 പാട്യം കൊട്ടയോടി മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ P സായിനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യസഭ MP ആയിട്ടുള്ള ഡോക്ടർ V ശിവദാസിന്റെ പീപ്പിൾ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് പാട്യം ഗ്രാമപഞ്ചായത്തിലെയും ഒക്ടോബർ 2 എല്ലാ വാർഡുകളിലും വിവിധ സന്നദ്ധ പ്രവർത്തകരുടെയും സമൂഹത്തിലുള്ള മറ്റുള്ള എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാ വായനശാലകളിലും പുസ്തകം എത്തിക്കുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനം ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ P സായിനാഥ് അവர்களാണ്. രാവിലെ 11:30 പാട്യം കൊട്ടയോടി മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ P സായിനാഥ് ഉദ്ഘാടനം ചെയ്യും. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ അധ്യക്ഷയാകും. രാജ്യസഭാ MP ഡോക്ടർ V ശിവദാസൻ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തും. ശ്രീധരൻ മാസ്റ്റർ സാംസ്കാരിക നിലയത്തിനുള്ള പുസ്തക വിതരണം ജില്ലാ കലക്ടർ അരുൺ K വിജയൻ നിർവഹിക്കും. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ, റെയ്ഡ്കോ ചെയർമാൻ M സുരേന്ദ്രൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, ലൈബ്രറി കൌൺസിൽ തലശ്ശേരി താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. വാർത്താ സമ്മേളനത്തിൽ പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ, വൈസ് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, ലൈബ്രറി കൌൺസിൽ ജില്ലാ കൌൺസിൽ അംഗം K സുരേന്ദ്രൻ, പാട്യം പഞ്ചായത്ത് ലൈബ്രറി കൌൺസിൽ നേതൃസമിതി കൺവീനർ M പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘവും ഈണം എരഞ്ഞോളിയും ചേർന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്മൃതി പ്രഭാഷണം സംഘടിപ്പിക്കുന്നു. എരഞ്ഞോളി ചുങ്കം ഓറിയോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത സാഹിത്യകാരി KR മീര മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി നാട്ടിലെമ്പാടും ഗാന്ധിയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്കറിയാം. ഇത്തവണ പുരോഗമന കലാസാഹിത്യ സംഘം കേരളത്തിലുടനീളം അത്തരത്തിലുള്ള ഗാന്ധി സ്മൃതി പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എരഞ്ഞോളി ചുങ്കം ഓറിയോ ഓഡിറ്റോറിയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘവും എരഞ്ഞോളിയിലെ കലാസമിതിയായിട്ടുള്ള ഈണം എരഞ്ഞോളിയും ചേർന്ന് ഗാന്ധി സ്മൃതി സംഘടിപ്പിക്കുകയാണ്. വിഖ്യാത എഴുത്തുകാരി KR മീര, മുഖവുരകൾ ആവശ്യമില്ലാത്ത KR മീരയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒക്ടോബർ 2 വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ ആ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. പുരോഗമന കലാസാഹിത്യ സംഘവും ഈണം എരഞ്ഞോളിയും ചേർന്നാണ് ഒക്ടോബർ 2 ഗാന്ധി സ്മൃതി പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരി KR മീര പ്രഭാഷണം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. മീരയുടെ ഒട്ടനവധി പുസ്തകങ്ങൾ മീര രചിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ കഥാപാത്രങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് ഒരു രേഖാചിത്ര ആലേഖനം അത് അവിടെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ചിത്രകാരന്മാരും ചിത്രകാരികളും ആ പരിപാടി അന്ന് അവിടെ നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ശേഷം നമ്മുടെ മീറ അവരുടെ പുസ്തകങ്ങൾ അവിടുന്ന് വാങ്ങുന്നവർക്ക് ഒപ്പിട്ടിട്ട് കൈമാറാം എന്നും സമ്മതിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വളരെ പ്രശസ്തനായിട്ടുള്ള പുല്ലാങ്കുഴ ഫ്ലൂട്ട് വാദകനായിട്ടുള്ള ലിബിന്റെ ഒരു സംഗീത കച്ചേരിയും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി മീരയുടെ കൃതികളെ ആസ്പദമാക്കി ചിത്രകാര സംഗമവും ലിബിൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ സംഗീതവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ സുരാജ് ചിറക്കര, M ഉദയകുമാർ, K ജയപ്രകാശൻ, TM ദിനേശൻ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. PK in store, Chokli Mahi.
The biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. സത്യസായി പ്രേമവാഹിനി രഥഘോഷയാത്രയ്ക്ക് പാനൂർ സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. പാനൂർ നച്ചിക്കാട്ട് ഗ്രൗണ്ടിലാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത്. സത്യസായി ഭാവിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുട്ടപർത്തിയിൽ നിന്നും ലവ് ഓൾ സെർവ് ഓൾ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ഒക്ടോബർ 25-ന് ആരംഭിച്ച സത്യസായി പ്രേമവാഹിനി രഥഘോഷയാത്രയ്ക്ക് സത്യസായി സേവാസമിതി സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് സച്ചിൻ ദേവ്, സർവീസ് ജെൻസ് കോർഡിനേറ്റർ ഹരികൃഷ്ണൻ, ലേഡീസ് കോർഡിനേറ്റർ രശ്മിത, ജില്ലാ ഭാരവാഹികളായ രജിത്, ജോഷിമ, അംബിക, രാജൻ മാസ്റ്റർ, ലക്ഷ്മണൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. സത്യസായി ബാബയുടെ 100ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് സെമിനറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുഴുക്കെ രഥയാത്ര നടത്തുന്നത്. 5 രഥങ്ങളാണ് പുട്ടപർത്തിയിൽ നിന്ന് നൽകിയിട്ടുള്ളത്. സൗത്ത് സോണിലെയാണ് കേരളത്തിൽ വരുന്നത്. അത് കർണാടകയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ ദിവസം 25-ാം തീയതി തമിഴ്നാടിൻ്റെ ഗൂഡല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കേരളത്തിൽ റിസീവ് ചെയ്തത്. കേരളത്തിൽ വയനാട് ജില്ല കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയും കഴിഞ്ഞാണ് നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെത്തിയത്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടും അങ്ങനെ എല്ലാ ജില്ലകളും കവർ ചെയ്ത് ഒക്ടോബർ 25-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാടിന് അത് പാറശാലയിൽ വെച്ച് കൈമാറുന്നു. അതാണ് ഇതിൻ്റെ ഏകദേശ രൂപം. ഈ സത്യസായി സന്ദേശയാത്രയുടെ പ്രധാന ഉദ്ദേശം സ്വാമിയുടെ ലവ് ഓൾ സർവ് ഓൾ എന്നുള്ള സന്ദേശം സമൂഹത്തിൽ അറിയിക്കുക എന്നുള്ളതാണ്.
സൗജന്യമായിട്ട് വിദ്യാഭ്യാസവും വൈദ്യസഹായവും നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് സത്യസായി സേവ ഓർഗനൈസേഷൻ. യാത്ര കണ്ണൂർ ജില്ലയിൽ 4 ദിവസത്തെ പര്യടനമാണ് നടക്കുന്നത്. അതിന് 2ാം ദിവസത്തെ പര്യടനമാണ് ഇവിടെ എത്തിച്ചേർന്നത്. നാളെ കാലത്ത് മാഹിയിലേക്ക് ഈ വടകര കോഴിക്കോട് ജില്ലയിലേക്ക് കൈമാറുന്നതോടുകൂടി കണ്ണൂർ ജില്ലയുടെ പര്യടനം പൂർത്തിയായാണ്. പാനൂരിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പാനൂർ സത്യസായി സേവാ സമിതി കൺവീനർ ശശിധരൻ പൂർണ്ണകുംഭത്തോടെ യാത്രയെ വരവേറ്റു. ചടങ്ങിൽ രവീന്ദ്രൻ മാസ്റ്റർ, സബിത, പത്മിനി, ബാലവികാസ് കുട്ടികൾ, സേവാദൾസ്, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. സത്യസായി പ്രേമവാഹിനി രഥഘോഷയാത്ര പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച് കണ്ണൂർ ജില്ലാ പര്യടനം വൈകിട്ട് പിണറായിയിൽ സമാപിച്ചു. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് CIC വിദ്യാർത്ഥി സംഘടനയായ വാഫി സ്റ്റുഡൻസ് ഫെഡറേഷൻ WSF സംഘടിപ്പിക്കുന്ന 5ാമത് സംസ്ഥാന വാഫി സ്പോർട്സ് മീറ്റ് ഒക്ടോബർ 1-2 തീയതികളിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. 3 കാറ്റഗറികളിലായി നടക്കുന്ന മീറ്റിൽ വിവിധ ഇനങ്ങളിലായി കേരളത്തിലെ 28 വാഫി കോളേജുകളിൽ നിന്നായി 500ഓളം വിദ്യാർത്ഥികൾ മാറ്റുരക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ അറിയപ്പെട്ട ഇസ്ലാമിക മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ CIC. അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് വാഫി സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ WSF. എല്ലാ വർഷവും വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചികൾ വർദ്ധിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി WSF വിവിധങ്ങളായ പരിപാടികൾ നടത്താറുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളാണ് ഒന്ന് സംസ്ഥാന വാഫി ആർട്സ് ഫെസ്റ്റും അതുപോലെ തന്നെ സംസ്ഥാന സ്പോർട്സ് മീറ്റും. ഈ വർഷം വരുന്ന ഒക്ടോബർ 1-2 തീയതികളിൽ, അതായത് നാളെയും മറ്റന്നാളുമായിട്ട് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് 5ാമത് സംസ്ഥാന വാഫി കായികമേളയ്ക്ക് അഥവാ സ്പോർട്സ് മീറ്റിന് വേദി ഒരുങ്ങുകയാണ്. 3 കാറ്റഗറികളിലായി നടക്കുന്ന മീറ്റിൽ വിവിധ ഇനങ്ങളിലായി കേരളത്തിലെ 28 വാഫി കോളേജുകളിൽ നിന്നുള്ള 500ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. ഒക്ടോബർ 1-ന് സബ് ജൂനിയർ, ജൂനിയർ മത്സരങ്ങളും 2-ന് സീനിയർ വിഭാഗം മത്സരങ്ങളും സംഘടിപ്പിക്കും. CIC ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ഫൈസി ആദ്രശ്ശേരി, അഹമ്മദ് ഫൈസി കക്കാട്, ഡോക്ടർ റഫീഖ് അബ്ദുൽ ബർബാഫി, ഹബീബുള്ള ഫൈസി പള്ളിപ്പുറം തുടങ്ങിയവർ പങ്കെടുക്കും. മീറ്റിന്റെ ഭാഗമായി തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ കടൽപ്പാലം വരെ നടന്ന റൺ തലശ്ശേരി മാരത്തോണം ശ്രദ്ധേയമായി. ജില്ലയിലെ 100-ലധികം വാഫി വിദ്യാർത്ഥികളും അധ്യാപകരും അണിനിരുന്ന മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് വാഫി സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് റസാൻ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് നിർവഹിച്ചു. അബ്ദുൾ റസാഖ് വാഫി, ഗുജേർ വാഫി വെള്ളാഞ്ചേരി, CP അബ്ദുറഹ്മാൻ വാഫി, അബ്ദുറൌഫ് വാഫി, ജാബിർ വാഫി കല്ലായി തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്താസമ്മേളനത്തിൽ അബ്ദുൾ റസാഖ് വാഫി, സംസ്ഥാന ഭാരവാഹികളായ ബാസിൽ മുഹമ്മദ്, ഹാഷിൽ അയങ്കലം എന്നിവർ പങ്കെടുത്തു. പൊന്നം ചുണ്ടങ്ങാപ്പൊയിൽ ശ്രീ കടമ്പിൽ കുട്ടിശാസ്തപ്പൻ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വൈകിട്ട് 6-ന് വാഹനപൂജ നടക്കും. വൈകിട്ട് 7:30-ന് പ്രാദേശിക കലാകാരന്മാരുടെ നൃത്ത സംഗീത വിരുന്നും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടിശാസ്തപ്പൻ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അനുഷ്ഠാന കേന്ദ്രമാണ്. വർഷം തോറും നടത്തിവരാറുള്ള ആണ്ടുതിറ മഹോത്സവത്തിന് പുറമെ ഈ വർഷം നവരാത്രി മഹോത്സവം കൂടി നടത്തുകയാണ്. ഗ്രന്ഥം വെപ്പ്, വാഹനപൂജ കൂടാതെ പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തസംഗീത വിരുന്ന് നവരാത്രി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെ വിപുലമായ രീതിയിൽ ഈ വർഷം നവരാത്രിയെ ധന്യമാക്കുകയാണ്. ഒരു ദേശത്തിൻ്റെ കൂട്ടായ്മയെ ജനമനസ്സിൽ ഇടം പിടിച്ച പൈതൃക സമ്പത്ത് കൂടിയാണ് ശ്രീ കടമ്പിൽ കുട്ടിശാസ്തപ്പൻ ക്ഷേത്രം. പൊന്നം ചുണ്ടങ്ങപ്പൊയിലെ കടമ്പിൽ കുട്ടിശാസ്തപ്പൻ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും നൃത്ത സംഗീത നിശയ്ക്കും തുടക്കമായി. ബുധനാഴ്ച വൈകിട്ട് 6-ന് വാഹനപൂജയ്ക്ക് ശേഷം രാത്രി 7:30-ന് പ്രാദേശിക കലാകാരന്മാർ നൃത്ത സംഗീതം അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ബാബു പാലങ്കണ്ടി, പ്രമോദ് കോങ്ങാട്, T വിലാസൻ, രാജീവൻ തനശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കുട്ടിച്ചാത്തൻ തറ പിച്ചള പതിച്ച സമർപ്പണം നടന്നു. ജിതേഷ് പണിക്കരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ജിതേഷ് പണിക്കരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്.
ശില്പി അശോകൻ കാഞ്ഞങ്ങാടിനെ ക്ഷേത്ര സെക്രട്ടറി പി കെ സതീഷ് കുമാർ ആദരിച്ചു. ഒരു ഭക്തന്റെ വഴിപാട് സമർപ്പണമാണ് തറ പിത്തള പതിപ്പിച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് ടി പി ബാലൻ, ഖജാൻജി പി വി അനിൽകുമാർ, കണ്ടോത്ത് രാജീവൻ, കെ പി ശ്രീധരൻ, സന്തോഷ് തൊണ്ടിയിൽ, മേച്ചോളിൽ മുകുന്ദൻ, പോത്തങ്ങാട്ട് രാഘവൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മയ്യഴി ഭരണകൂടവും മാഹിക്കെതിരെ കാണിക്കുന്ന അവഗണനക്കെതിരെയുള്ള പ്രതീകാത്മക സമരത്തിൽ വേറിട്ട പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മാഹി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഏകോപന സമിതി നടത്തിയ സമരം പോത്തിനോട് വേദം ചൊല്ലുന്ന സമരരീതിയുമായി. ആശയ പോരാട്ടത്തിലൂടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം അക്രമ രാഷ്ട്രീയം നടത്തുന്നത് ഈ സമൂഹം അംഗീകരിക്കില്ലെന്ന് CPM തിരിച്ചറിയണമെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന KP ശ്രീകാന്തിന്റെ 33ാം രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജില്ലയിൽ ഒക്ടോബർ 2 ഉച്ചയ്ക്ക് 2 മണി മുതൽ അഞ്ചരക്കണ്ടി പുഴയിൽ നടക്കും. പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.